അദ്ദേഹം ഒരു തരം താഴ്ന്ന ഒരു കോമാളിയെ പോലെ ആകുന്നു ചില സമയങ്ങളിൽ. അദ്ദേഹം ഈ മുസ്ലിം സംഘടനകളെ ഇത്ര രൂക്ഷമായി കടന്നാക്രമിക്കുന്നത് എന്തിനാണ്? ഒരിക്കലും ഒരു യഥാർത്ഥ ശ്രീനാരായണീയൻ ചെയ്യാൻ പാടില്ലാത്ത ഈ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്നിനും പിന്നാലെ ഒന്നായിട്ട് അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ തീർച്ചയായും LDF തീർന്നു പോകും. ഒരാൾക്ക് CPM-ലും CPI-യിലേക്ക് മാറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു ഐഡിയോളജി സെയിം അല്ല. ഇവിടെ സാഹചര്യങ്ങളനുസരിച്ച് പലതും അഡോപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അവർക്കുണ്ട്. ഇപ്പോൾ വളരെ നഗ്നമായി മത നേതൃത്വങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതും ഒരു വിഭാഗം CPM അനുഭാവികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ ആലോചനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ നാരായണീയർ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏത് പാർട്ടിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? LDF-നെ സംബന്ധിച്ച് CPI-യെ വലിയ രീതിയിലാണ് CPM തഴഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമയത്ത്. ഈ ഒരു PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് CPM CPI-യുടെ മുന്നിൽ തല കുനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതും ഈ പറയുന്നത് പോലെ CPI ഇല്ലെങ്കിൽ CPM-ന് നിലനിൽപ്പില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗം തന്നെയായിരിക്കും. അതുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത്. കാരണം CPI എന്ന് പറയുന്നത് CPI ഒരു പ്രതിച്ഛായുള്ള പാർട്ടിയാണ്, ഒരു പോസിറ്റീവ് പ്രതിച്ഛായുള്ളൊരു പാർട്ടിയാണ്. അവർ നല്ല മന്ത്രിമാരുണ്ട്, കൂടുതൽ ഈ കഠിനമായ അഴിമതി ആരോപണങ്ങളൊന്നും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. അവരുടെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം പൊതുവെ ഉണ്ട്. CPM-നെ വിമർശിക്കുന്നവർ പോലും CPI ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊരു വിശ്വാസ്യതയുണ്ട്. അപ്പോൾ അത് കൈവിട്ടു പോകണ്ട എന്നുള്ള ഒരു ചിന്ത. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്നിനും പിന്നാലെ ഒന്നായിട്ട് അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ തീർച്ചയായും LDF തീർന്നു പോകും. ഒരു സംശയമില്ല. അപ്പുറത്ത് നിൽക്കുന്നവനും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൂടി അവർ കാണുന്നുണ്ട്. അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന പോലുള്ള ഹാൻഡിക്യാപ്സ് ഇപ്പോൾ CPM-നുണ്ട്. ശബരിമല തീർച്ചയായിട്ടും ഒരു ഹാൻഡിക്യാപ്പാണ്. വീണ വിജയൻ്റെ കേസുകൾ ഹാൻഡിക്യാപ്പാണ്. പിന്നെ ഈ കേന്ദ്രവുമായി അഥവാ BJP-യുമായി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ, അന്തർധാര, ഒത്തുതീർപ്പുകൾ, ഇതൊന്നും രഹസ്യമല്ല. ഇതൊക്കെ വളരെ പരസ്യമാണ്. 52 പ്രാവശ്യം CBI കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ സുപ്രീം കോടതിയിൽ റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല നമുക്ക്. അതെ, തീർച്ചയായിട്ടും. അത് സ്വാഭാവികമാണ്. ഇപ്പോ BJP-യെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനുവേണ്ടി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് പേരുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാമെന്നുള്ളൊരു അത് പറയുമ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഈ വളരെ CPM-ന് വേണ്ടി ജീവൻ കൊടുത്ത തലമുറകളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അതിനകത്തൊക്കെ വലിയ ആവേശത്തോടുകൂടി മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടി പ്രവർത്തനത്തിന് ഒക്കെ നടക്കുന്ന ആളുകളല്ല, അങ്ങനെ നടക്കാത്ത ആളുകൾ. ഞാൻ പറയാൻ ഇപ്പോൾ എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ട് അങ്ങനെ. അവർ ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ ഒരു IT എഞ്ചിനീയറായി നന്നായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ അയാൾ കടുത്ത സഖാവാണ്. പിണറായി വിജയനെ പറ്റി ആരോപണം പറഞ്ഞാൽ അയാൾ സഹിക്കില്ല. ഈ തരത്തിലുള്ള ആളുകൾ അതിന് വ്യക്തിപരമായി പിണറായി വിജയനോടുള്ള താല്പര്യമായിരിക്കില്ല, അത് പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട്, അത് ഐഡിയോളജിയുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ ഈ ഒരു ടെയിൻറ്റഡ് പാർട്ടി എന്നുള്ളൊരു ഇമേജ് വരുമ്പോൾ അവർക്ക് ഒരു റിസർവേഷൻ ഉണ്ട് എപ്പോഴും. പിന്നെ ഒരാൾക്ക് CPM-ലും CPI-യിലേക്ക് മാറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു ഐഡിയോളജി സെയിം അല്ലേ, അതിൽ തെറ്റുമില്ല, ആരും തെറ്റു പറയാനുമില്ല. പക്ഷെ അതേപോലെയല്ല BJP. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് BJP-യുമായുള്ള ഒരു സൗഹൃദം അവർക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നൊരു സാഹചര്യം, സ്വീകരിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 തിരഞ്ഞെടുപ്പിൽ BJP-യും CPM-യുമായി സഖ്യമുണ്ടാക്കിയെന്ന് പറയുന്നു. CPM ഒരു 12 സീറ്റോ മറ്റോ വിജയിക്കാനുള്ള വോട്ടുകൾ ഇവർ കൊടുത്തു, BJP മറിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അതിന് പകരമായി ആണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ കൂടുതലായി ചില കാര്യങ്ങൾ BJP പ്രതീക്ഷിച്ചിരുന്നു, അവർ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കതൊക്കെ ഒരു നാലാൾ കാണുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. ഐഡിയോളജിക്കലായി പൊരുത്തമില്ല. ഐഡിയോളജിയിൽ വളരെ ബലം പിടിക്കുന്ന ആളുകളാണ്.
പക്ഷെ ഇപ്പോ CPM-ന്റെ ഐഡിയോളജി CPM തന്നെ വിട്ടുവീഴ്ച ചെയ്ത് തുടങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെയൊക്കെ മതമില്ലാത്ത പാർട്ടി അല്ലെങ്കിൽ ജാതി ഇല്ലാത്ത പാർട്ടി, ഈശ്വരവിശ്വാസമില്ലാത്ത പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് അവർ നിലനിന്ന് പോകുന്നത് തന്നെ ഈ മതവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് വർഗീയത കുത്തി നിറച്ചുകൊണ്ടല്ലേ. BJP-യെ പോലെ തന്നെ ഹിന്ദുമതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഐഡിയോളജി. അതിന് ചരിത്രത്തിന്റെ ചില പശ്ചാത്തലങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് നോക്കിയാൽ ആർച്ച് ബിഷപ്സ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്ന് തോക്കെടുത്ത ചരിത്രങ്ങളുണ്ട്. നിക്കരാഗ്വ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ സാർവദേശീയ കമ്മ്യൂണിസത്തിന് ഒരേ ഒരു രൂപം മാത്രമല്ല ഉള്ളത്, പലതുമാകാം. അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ച് പലതും അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അവർക്കുണ്ട്. ഇതൊക്കെ ഈ അതാത് പ്രശ്നം നേരിടുമ്പോൾ, പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി ഗോവിന്ദൻ മാഷെ പോലുള്ള ആളുകൾ ഇത് വിശദീകരിക്കാൻ വളരെ മിടുക്കരാണ്. ഐഡിയോളജി പറയും, അതിൽ ചില വാക്കുകളൊക്കെ കൊണ്ടുവന്ന് ടേംസൊക്കെ കൊണ്ടുവന്ന് അവർ വിശദീകരിക്കും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു വിഷയമാണിത്. അപ്പോൾ ഇപ്പോൾ വളരെ നഗ്നമായി മത നേതൃത്വങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്, അതും ഒരു വിഭാഗം CPM അനുഭാവികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബിഷപ്പിനെ കാണാൻ പോയി, അല്ലെങ്കിൽ ഒരു ഹിന്ദുമത നേതാവിനെ കാണാൻ പോയി, അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സിയുള്ള മുസ്ലിം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്ന വാർത്ത വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ നടക്കുന്നതൊക്കെ. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളിൽ തന്നെ അതിന്റെ ചില ടൈമിങ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ മുസ്ലിം സംഘടനകളെ ഇത്ര രൂക്ഷമായി കടന്നാക്രമിക്കുന്നത് എന്തിനാണ്? അതെ, ഒരിക്കലും ഒരു യഥാർത്ഥ ശ്രീനാരായണീയൻ ചെയ്യാൻ പാടില്ലാത്ത. നമുക്കറിയാം കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവരികയും മനുഷ്യൻ ഒന്നാണ്, മതമില്ല ജാതിയില്ല എന്നൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണം ഒരു വിപ്ലവമാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുവാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യാതെ നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇരുന്നിട്ട് ഇങ്ങനെ, അത് എത്ര മോശപ്പെട്ട ഭാഷയിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ എന്ന് മാത്രമല്ല, അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയ്യപ്പ സംഗമം നടക്കുന്നതോടെ അതിൽ പിണറായി വിജയൻ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണത്. പിന്നെ അത് കഴിഞ്ഞ് ശബരിമല പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ വേറൊരു കാർഡ് ഇറക്കി ഈഴവരെ പിന്തള്ളാൻ. വാസവൻ ഈഴവനായതുകൊണ്ട് ഈഴവരെ ചെറുതാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ഭാഷ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിലെന്തോ അജണ്ടയുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. അതെ, അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം UDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. UDF-ൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള രീതിയിലുള്ള പ്രവചനമൊക്കെ അദ്ദേഹം നടത്തി. യഥാർത്ഥത്തിൽ രണ്ടിടത്ത് നിന്നുകൊണ്ട്, അതായത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും UDF-നെയും ഒരുപോലെ പൂർണ്ണമായില്ലെങ്കിൽ പോലും ഭാഗികമായെങ്കിലും പിന്തുണച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരു ചേർത്ത് നിർപ്പാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും വർഗീയതയാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതിൽ എനിക്ക് വളരെ സംശയം തോന്നിയിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈഴവർ ശ്രീനാരായണീയർ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏത് പാർട്ടിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? എന്നാൽ CPM-ന് വോട്ട് ചെയ്യുന്ന അദ്ദേഹം തുറന്നു പറയട്ടെ, അത് പറയില്ല. അത് പറഞ്ഞാൽ നടക്കില്ല. പുള്ളിക്ക് സംഘടനയിൽ തന്നെ അത്രയ്ക്കുള്ള ഇത് സ്വാധീനമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും കേരളത്തിൽ പ്രത്യേകിച്ചും ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്യുന്നൊരു പാർട്ടിയിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും. അല്ലാതെ വേറെ പാർട്ടികളൊന്നും ഹിന്ദു മതവിശ്വാസികളും ഈഴവരും ഒക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഏറെക്കുറെ തുല്യമായിട്ട് തന്നെ ഉണ്ടാവും. കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 40% ഈഴവരുണ്ട്, ഹിന്ദു മതവിശ്വാസികൾ. അപ്പോൾ അത് ഡിവൈഡറായിട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു തരം താഴ്ന്ന ഒരു കോമാളിയെ പോലെ ആകുന്നു ചില സമയങ്ങളിൽ എന്ന് തോന്നിയിട്ടുണ്ട്. വളരെ ഖേദകരമാണ്. കാരണം അത് അങ്ങനെയുള്ള ഒരു സംഘടനയല്ല, അതൊരു സാമൂഹ്യ പരിഷ്കർത്താവ്. ഇപ്പോൾ ബംഗാളിൽ വിവേകാനന്ദനും കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും ഉണ്ടാക്കിയ വിപ്ലവമാണ് ഇവിടെ ഈ ജാതി മത ഭിന്നതകളൊന്നുമില്ലാതെ മനുഷ്യർ ജീവിക്കാൻ കാരണമാകുന്നതെന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ചൂണ്ടിക്കാണിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അത് വാസ്തവമാണ്, നമുക്കറിയാം.
ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ എത്രത്തോളം വെള്ളാപ്പള്ളി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ തുറന്നു നോക്കേണ്ടതാണ്. മദ്യം കഴിക്കരുതെന്ന് പറയും, ഇദ്ദേഹം മദ്യ കച്ചവടക്കാരനല്ലേ. അങ്ങനെ പുള്ളി ഒരു വളരെ റിഡിക്കുലസായ ഒരു തലത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പ്രയോജനവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.